ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ അരിത്തമാറ്റിക് ഓഫ് പാർട്സ്. അതിൽ ഓരോ പ്രോബ്ലംസ് ആണ്. നമ്മൾ ഓൾറെഡി പേജ് നമ്പർ 50 ആൻഡ് 56 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 56ലെ ഒരു പ്രോബ്ലം, ആദ്യത്തെ ഒരു പ്രോബ്ലം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അതിലെ രണ്ടാമത്തെ പ്രോബ്ലമാണ് ഇന്ന് നോക്കുന്നത്. രണ്ടാമത്തെ പ്രോബ്ലം ഇതാണ്: കാൽക്കുലേറ്റ് ദ സം ഗിവൺ ബിലോ. ഓക്കെ, ഈ തന്നിരിക്കുന്നതിൻ്റെ സംസ് കാണാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം 1/4 പ്ലസ് 1/8. അപ്പം ഡിഫറെൻറ്റ് ഡിനോമിനേറ്ററാണ്. ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്, 4ഉം 8ഉമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് ചെയ്യും? നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എടുത്ത് എഴുതാണ്. 1/4 പ്ലസ് 1/8. അപ്പോൾ 4ഉം 8ഉം ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരേ ഡിനോമിനേറ്റർ ആക്കാൻ നമ്മുടെ LCM കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് 4ൻ്റെ മൾട്ടിപ്പിൾസ് പറയാൻ 4, 8, 12 പിന്നെ 16 ആണ് വരുന്നത്. 8ൻ്റെ മൾട്ടിപ്പിൾ പറയാൻ 8, 16, 24 അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? ഏറ്റവും ചെറിയ കോമൺ ആയിട്ട് കാണുന്ന ഏതാണ്? നമുക്ക് 8 ആണല്ലേ. അപ്പോൾ 8 ആണ്. 8 ഉണ്ട്, 16 ഉണ്ട്, പക്ഷേ ഇതിൽ ഏറ്റവും ചെറുത് 8 ആണ്. അപ്പോൾ നമ്മൾ 8നെ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് 8ലേക്ക് നമ്മുടെ 1/4നെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, 1/4 8ലേക്ക് കൺവേർട്ട്, ഡിനോമിനേറ്റർ 8 ആകുമ്പോൾ നമുക്കറിയാലോ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് ഈ 8 കിട്ടുക? 2 കൊണ്ട്, 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 1 × 2 2 ആണ്. അപ്പോൾ നമുക്ക് എന്തായി? 2/8 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് 1/4ന് 2/8 എന്ന് എഴുതാം. നെക്സ്റ്റ് 1/8 അല്ലേ. ഇനി നമുക്ക് ഡിനോമിനേറ്റർ ഇവിടെ ഈക്വൽ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. 2 + 1 എത്രയാണ്? 3/8. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 3/8 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 3/8 ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 3/4 പ്ലസ് 1/6. ഇവിടെയും എന്താണ്? ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അത് കാണണമല്ലോ. ഡിനോമിനേറ്റർ നമുക്ക് ഈക്വൽ ആക്കണം. അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യണം? നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എഴുതാം. 3/4 പ്ലസ് 1/6. അപ്പോൾ നമ്മൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതാണേ. ഇവിടെ 4, 8 പിന്നെ നമുക്ക് എന്ത് എഴുതാം? 12 എഴുതാം. ഓക്കെ, 6ൻ്റെ എഴുതാൻ 6, 12, 18 അങ്ങനെ പോകുന്നു. അപ്പോൾ ലീസ്റ്റ് മൾട്ടിപ്പിൾ, കോമൺ മൾട്ടിപ്പിൾ ഏതാണ്? ഇവിടെ ഏറ്റവും ചെറുതായിട്ടുള്ള കോമൺ ആയിട്ട് വരുന്നത് 12 ആണ്, 12 ആണ്. അപ്പം നമുക്ക് ഇനി ഇതിനെ രണ്ടിനെയും എന്താക്കണം? 12ലേക്ക് നമുക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാന്ന് വെച്ചാൽ 3/4 ആണ്. 3/4ൻ്റെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടിയിരിക്കുന്നത് എന്താണ്? 12 ആണ്. അപ്പോൾ 4നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക? നമുക്ക് 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക. അപ്പോൾ 4 × 3 12. അപ്പോൾ നമ്മൾ ഇവിടെയും എന്ത് ചെയ്യണം? 3 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 9/12 ആണ്. ഇനി അടുത്തത് 1/6 ആണ്. 1/6നെ നമുക്ക് 12ലേക്ക് ഡിനോമിനേറ്റർ ആക്കി മാറ്റണം. അപ്പോൾ 6നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക? 2 ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക. അപ്പോൾ 1നെയും നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 × 2 2. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഫ്രാക്ഷൻസ് കിട്ടി. ഒരേപോലെയുള്ള ഡിനോമിനേറ്ററുള്ള രണ്ടാളെ കിട്ടി. അപ്പോൾ നമ്മൾ ഇനി എഴുതാൻ 9/12 പ്ലസ് 2/12. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. രണ്ടും ഡിനോമിനേറ്റർ എന്താണ്? സെയിം ആണ്, അതുകൊണ്ട് ജസ്റ്റ് കൂട്ടിയാൽ മതി. അപ്പോൾ 9 + 2 എത്രയാണ്? 11 ആണ്. 11/12 ആണ് നമ്മുടെ ആൻസർ. എന്താണ് നമ്മുടെ ആൻസർ? 11/12. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എന്താണ് കിട്ടിയത്? 11/12. ഓക്കെ, ഫസ്റ്റ് എന്തായിരുന്നു കിട്ടിയത്? 3/8. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്? 1/3 പ്ലസ് 2/5. എന്താണ്? 1/3 പ്ലസ് 2/5. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഇങ്ങോട്ട് എഴുതാം. ഓക്കെ,
ഓക്കെ 1/3 എഴുതാം. 1/3 + 2/5. എഗെയിൻ ഇവിടെ ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. 3യും 5ഉം നമുക്കിനി ഒരേപോലെയുള്ള ഡിനോമിനേറ്റർ ആക്കി മാറ്റണം. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് നമ്മൾ അത് ഏതാണ് കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് ഏതാണ്? 3, 6, 9, 12 പിന്നെ 15. ഓക്കെ, പിന്നെ 5, 10, 15. അപ്പോൾ നമുക്കറിയാം 15 ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 15 കോമൺ ആണ് നമുക്ക് കിട്ടി. നമ്മൾ മൾട്ടിപ്പിൾസ് ചെയ്തപ്പോൾ 15 ആണ് കോമൺ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് 1/3നെ 15ലേക്ക് ഡിനോമിനേറ്റർ ആക്കി മാറ്റണം അല്ലേ? അപ്പോൾ 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 15 കിട്ടുക? 5 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 15 കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 1നെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/15 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് 2/5 ആണ്. 2/5നെ നമുക്ക് 15ലേക്ക് മാറ്റണം. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം. അപ്പോൾ 5നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 15 ആവുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 15 ആകുക. അതേപോലെ 2നെയും നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 × 3 6/15 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ രണ്ടും ഇവിടെ എഴുതാം. 5/15 + 6/15. 5/15 + 6/15. അപ്പോൾ നമുക്കൊന്ന് ചെയ്തു വെക്കാം. 6 + 5 എന്ന് പറയുന്നത് എത്രയാണ്? 6 കൂട്ടണം 5 11 ആണ്. 11/15 ആണ് നമ്മുടെ ആൻസർ. 11/15. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ജസ്റ്റ് വൺ തിങ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഈക്വൽ ആക്കണം. അതിന് നമ്മൾ മൾട്ടിപ്പിൾസ് എഴുതി നോക്കുക. എന്നിട്ട് ഏറ്റവും ചെറുതായിട്ടുള്ള മൾട്ടിപ്പിൾസാണ്, കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. അടുത്തത് എന്താണ്? അടുത്തത് 1/2 + 2/5. ഓക്കെ, ഇവിടെയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഡിനോമിനേറ്റർ നമ്മൾ ഈക്വൽ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും ഇങ്ങോട്ട് എഴുതാം. 1/2 + 2/5. 2ൻ്റെ മൾട്ടിപ്പിൾസ് നമ്മൾ എഴുതി 2, 4, 6, 8, 10. ഓക്കെ, 5ൻ്റെ നമ്മൾ എഴുതാണ്. 5ൻ്റെ ഏതൊക്കെയാണ്? 5, 10. അപ്പോൾ 10 ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ 10 ആണ് നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അതിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? 10ലേക്ക് കൺവേർട്ട് ചെയ്യണം. 2നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 10 ആവുക? 5 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 10 ആവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1നെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റു ചെയ്താലേ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ 1 × 5 5/10. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. 1/2 ൻ്റെത് 5/10 കിട്ടി. ഇനി 2/5ൻ്റെ നമ്മളിങ്ങനെ തന്നെ ചെയ്യണം. നമുക്ക് 10 ആണ് ഡിനോമിനേറ്റർ വരേണ്ടത്. അപ്പോൾ 5നെ നമ്മൾ 10 കിട്ടണമെങ്കിൽ 2 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 2നെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 2 × 2 4, 4/10. അപ്പോൾ നമുക്ക് 2/5ന് ഈക്വലായിട്ട് 4/10 കിട്ടി. ഇനി നമുക്ക് സിമ്പിളാണ് കാര്യങ്ങൾ. നമ്മൾ സാധാരണ നമ്പർ കൂട്ടുന്ന പോലെ 5 കൂട്ടണം 4, 5 + 4 നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് 9/10 കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 9/10 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2/3 + 1/5. ഓക്കെ, 2/3 + 1/5. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഇങ്ങോട്ട് എഴുതാം. എന്താണ്? 2/3 + 1/5. ഇവിടെ 3യും 5ഉം ആണ് തമ്മിൽ. നമ്മൾ നേരത്തെ ഇതിൻ്റെ LCM കണ്ടുപിടിച്ചിരുന്നു അല്ലേ? 3, 6, 9, 3, 6, 9, 12, 15. ഓക്കെ, ഇനി 5, 10, 15. ഇത് 3ൻ്റെ മൾട്ടിപ്പിൾസ്, ഇത് 5ൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ ഇതിലേതാ കോമൺ ആയിട്ട് വരുന്ന? 15 ആണ്. അപ്പോൾ നമുക്ക് 15 ആണ് നമുക്ക് നമ്മുടെ ഡിനോമിനേറ്റർ ആയിട്ട് കിട്ടിയത്. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 15ലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 2/3നെ 15ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 3നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 15 കിട്ടിയത്? 3 × 5 ചെയ്തപ്പോഴാണ് നമുക്ക് 15 കിട്ടിയത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2നെയും 5 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2 × 5 ദാറ്റ് ഈസ് 10. അപ്പോൾ 10/15 ആണ് നമുക്ക് 2/3ക്ക് ഈക്വൽ ആയിട്ട് കിട്ടിയത്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 1/5ൻ്റെ ഈക്വൽ കണ്ടുപിടിക്കണം. 1/5നെ നമുക്ക് എന്താക്കണം? 15ലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ 5നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 15 ആകുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 15 ആകുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1നെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പം 3/15.
ഓക്കെ. അപ്പോൾ സംഭവം സെറ്റായി, നമുക്ക് രണ്ടും കിട്ടി. ഇനി നമുക്ക് ഒരു കുഴപ്പമില്ല, 10ഉം 3ഉം അങ്ങോട്ട് കൂട്ടി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ 13/15. ഓക്കെ, 13/15 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യൻസാണ് ഇതിൽ നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടാങ്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അത് ജസ്റ്റ് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താം. അപ്പം നമുക്ക് 56ഉം 57ലും 56ലുള്ള എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. There are 2 taps to fill a tank with water. If the first tap alone is opened, the tank would fill up in 10 minutes. If the second tap alone is opened, it would take 15 minutes to fill up a tank. അപ്പോൾ അവിടെ ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിലേക്ക് നമുക്ക് വെള്ളം വരണമല്ലോ. അപ്പോൾ അതിന് 2 കുഴലാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് കുഴലിൽ തുറന്നിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ്സ് കൊണ്ട് കിട്ടും. ഈ പൈപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ 15 മിനിറ്റ്സ് കൊണ്ടാണ് ഈ ടാങ്ക് നിറയുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇതിലുള്ളത്. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, if the first tap alone is opened, what fraction of the tank would be filled in 1 minute? അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടാപ്പാണ്. ഫസ്റ്റ് ടാപ്പ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന 10 മിനിറ്റ്സ് എന്നാണ്. ഫസ്റ്റ് 10 മിനിറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ, അതായത് 10 മിനിറ്റ് ആവും ഇതൊന്ന് നിറയാൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്? 1 മിനിറ്റിൽ എത്ര നിറയുന്നു? അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കൊണ്ടാണ് ഇത് നിറയുന്നത്. 10 മിനിറ്റ് കൊണ്ടാണ് ഇത് നിറയുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ എത്രയാണ് ഇത് നിറയുക? 10 അതിൻ്റെ അതിലൊരു പാർട്ടാണല്ലോ നിറയുക. അപ്പോൾ 1/10 നമുക്ക് ഈസി ആയിട്ട് എഴുതാം. 1/10 എഴുതാം. ഓക്കെ, അതായത് ഒരു പാർട്ട് ഫില്ല് ചെയ്യുന്നത് എത്രയാണ്? 1 മിനിറ്റാണ്. അപ്പം 2 മിനിറ്റ് കൊണ്ട് എന്തായിരിക്കും? 2/10 ആയിരിക്കും. 3 മിനിറ്റ് കൊണ്ട് 3/10 ആയിരിക്കും. 4 മിനിറ്റ് കൊണ്ട് 4/10 ആയിരിക്കും. 5 മിനിറ്റ് കൊണ്ട് 5/10 ആയിരിക്കും. അങ്ങനെ പോകുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 1/10 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സെക്കൻഡ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺഡ്, വാട്ട് ഫ്രാക്ഷൻ വുഡ് ബി ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്? ഇനി അടുത്ത ടാപ്പ് 15 മിനിറ്റ് കൊണ്ടാണ് നിറയാന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ എന്താണ്? 1/15 ആണ് അല്ലേ? 1 മിനിറ്റ് കൊണ്ട് നിറയും 1/15 ആണ്. ഓക്കെ, ഇനി അടുത്തത്, ഇഫ് ദ ബോത്ത് ടാപ്സ് ആർ ഓപ്പൺഡ്, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്? ഇനി അടുത്ത ക്വസ്റ്റ്യന് കുറച്ച് ട്വിസ്റ്റുള്ളതാണ്. ഇതേപോലെ എഴുതാൻ പറ്റില്ല, കാരണം 2 ടാപ്പും തുറന്നിട്ട് ആൻസറിൽ എത്ര മിനിറ്റ് കൊണ്ട് ഇത് നിറയുന്ന. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താ ചെയ്യേണ്ടത്? 2 ടാപ്പും തുറന്നിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? അതായത് 1/10ഉം 1/15, 2 ടാപ്പും ഒന്നിച്ച് തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ഇത് എത്ര മിനിറ്റ് കൊണ്ടാണ് നിറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൂട്ടണം അല്ലേ? ഇത് കൂട്ടണമെങ്കിൽ നമുക്കിവിടെ എന്ത് വേണം? കോമൺ മൾട്ടിപ്പിൾ വേണം. അപ്പം 10ൻ്റെ നമ്മൾ എഴുതുമ്പോൾ 10, 20, 30 എന്ന് വരും. 15 എഴുതുമ്പോൾ 15, 30. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ലീസ്റ്റായിട്ട് വരുന്നത് ഏതാണ്? 30 ആണ്. അപ്പോൾ 1/10ൻ്റെ ഈക്വലായിട്ട് നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ 1/10ൻ്റെ ഈക്വലായിട്ട് നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് എന്താ വരിക? 30 അല്ല ഇവിടെ വരുന്നത്. അപ്പോൾ 10നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 30 കിട്ടുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 30 കിട്ടുക. അപ്പോൾ നമ്മൾ 1നെ എന്തുകൊണ്ട് ചെയ്യണം? 3 കൊണ്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/30 ആണ് ഇവിടെ 1/10ന് ഈക്വലായിട്ട് കിട്ടിയത്. നെക്സ്റ്റ് നമുക്ക് 1/15 ആണ്. 15 നമുക്ക് 30യിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 15 എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 30 കിട്ടുക? 2 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് 30 കിട്ടുക. അപ്പോൾ നമ്മൾ 1നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ 2/30. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് 3/30, 2/30. അപ്പോൾ ഇനി നമ്മൾ ഇത് ആഡ് ചെയ്യുക. 5/30 എന്ന് നമുക്ക് കിട്ടി. ഈ 5/30നെ നമുക്ക് എന്താ ചെയ്യുക? ഒന്ന് ചെറുതാക്കിക്കൂടെ? 5/30 എന്ന് പറയുമ്പം നമുക്ക് ഇതിനൊന്ന് ചെറുതാക്കാം. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, 5ലും 30ലും കോമൺ ആയിട്ടുള്ള എന്താണ്? 5ലും 30ലും കോമൺ ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ നിങ്ങൾ പറയൂ എന്താണ്? 5/30 എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ചെറുതാക്കണം. അപ്പം 5/30ലും കോമൺ ആയിട്ടുള്ള 5 ആണല്ലേ? 5 ആണ്. അപ്പോൾ ഇവിടെ നോക്കൂ, 5ൽ 5 എത്ര ടൈംസാണ് പോവുക? 1 ടൈമാണ് പോവുക. ഇനി അതേപോലെ 30ൽ എത്രയാണ്?
6 ടൈംസ് ആണ്, 6 × 5 ആണ് 30. അപ്പോൾ നമ്മുടെ സിംപ്ലസ്റ്റ് ഫോം എത്രയാണ്? 1/6. ഇത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ് ഈ ഒരു ടൈപ്പ് 1/6. ഇതിനെ ചെറുതാക്കാൻ നമ്മൾ എന്താണ് ഇതിൻ്റെ ലോവസ്റ്റ് ഫോം കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇതിനുള്ള കോമൺ ആയിട്ടുള്ള നമ്പറിനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? 1/6 ആണ്. അപ്പോൾ നമുക്ക് 1/6 പാർട്ട് എന്ന് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താ ക്വസ്റ്റ്യന്? ഇഫ് ദ ബോത്ത് ടാപ്സ് ആർ ഓപ്പൺഡ് 1 ഫ്രാക്ഷൻ ഓഫ് ദ ടാങ്ക് വിൽ ബി ഫിൽഡ് എന്ന് വെച്ചാൽ 2 ടാപ്പും തുറന്നിട്ടുണ്ടെങ്കിൽ എത്ര പാർട്ടാണ്? 1/6 പാർട്ടാണ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും കിട്ടി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ബോത്ത് ടാപ്സ് ആർ ഓപ്പൺഡ് ഹൗ മച്ച് ടൈം വുഡ് ബി ഇറ്റ് ടേക്ക് ഫോർ ദ ടാങ്ക് ടു ബി ഫിൽഡ് അപ്പ്? അപ്പോൾ നമുക്ക് എത്രയാണ്? ഒരു ടാപ്പ്, അതായത് 1/6 എത്രയാണ്? 1 മിനിറ്റ് കൊണ്ടാണ്. അതായത് 6 പാർട്ടിലുള്ള ഒരു ഭാഗം എന്നറിയാം 1 മിനിറ്റ് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ 6 പാർട്ടിൽ 2 പാർട്ട് എന്നറിയാം 2 മിനിറ്റ് കൊണ്ടാണ്. 3/6 അതായത് 3 പാർട്ട് എന്നറിയാം 3 മിനിറ്റ് കൊണ്ടാണ്. 4/6 4 പാർട്ട് എന്നറിയാം 4 മിനിറ്റ് കൊണ്ടാണ്. 5/6 അതെന്നറിയാം 5 പാർട്ട് എന്നറിയാം 5 മിനിറ്റ് കൊണ്ട്. 6/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഒരു ടാങ്ക് നിറയണമെങ്കിൽ എത്ര മിനിറ്റ് വേണം? 6 മിനിറ്റ്സ് വേണം. മനസ്സിലായല്ലോ? അത് ചെറിയൊരു ലോജിക്കാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുക, 6 മിനിറ്റ്സ് നമുക്ക് വേണം. മനസ്സിലായല്ലോ? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ 2 ടാപ്സും ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/6 പാർട്ടാണ് 1 മിനിറ്റ് കൊണ്ട് നിറയാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് മുഴുവൻ നിറയണമെങ്കിൽ നമുക്ക് എത്ര മിനിറ്റ് വേണം? 6 മിനിറ്റ്സ് വേണം. സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ പേജ് നമ്പർ 56 മുഴുവൻ പ്രോബ്ലംസ് ആണ്. ഇനി നമുക്ക് പേജ് നമ്പർ 57 ആണ് നമുക്ക് ചെയ്യാനുള്ളത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പേജ് നമ്പർ 57 അതായത് അത് ഒരു 1 എങ്ങനെ ആവാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 57.